Good morning friends, welcome to Chakravarni classes. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എക്കണോമിക്സിൻ്റെ ഒരു ഏരിയയാണ് തുടങ്ങി വയ്ക്കാൻ പോകുന്നത്. 5 ഇയർ പ്ലാൻസിനെ കുറിച്ചുള്ള ഒരു ഏരിയയാണ് തുടങ്ങി വയ്ക്കാൻ പോകുന്നത്. ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. അതിനടുത്ത് ഡിഗ്രിയുടെ പ്രിലിംസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഡിഗ്രിയുടെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രിയുടെ മെയിൻസിനൊക്കെ ഉപയോഗപ്പെടാവുന്ന രീതിയിലുള്ള എക്കണോമിക്സിൻ്റെ ഏരിയ എന്നുള്ള ക്ലാസ്സാണ്. 5 ഇയർ പ്ലാൻസിനെ കുറിച്ചുള്ള ക്ലാസ്സാണെന്ന് പറയാൻ പോകുന്നത്. അതിന് മുമ്പ് 5 ഇയർ പ്ലാൻസിന് പറയുന്നതിന് മുമ്പ് നമുക്ക് പ്ലാനിംഗ് കമ്മീഷൻ നോക്കാം. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നതാണ് 1950 മാർച്ച് 15-നാണ്. 1950 മാർച്ച് 15-നാണ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത്. 1950 മാർച്ച് 15. 1950 മാർച്ച് 15-നാണ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? പ്ലാനിംഗ് കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ നെഹ്റു. പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രി തന്നെ ആയിരിക്കും. ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് നെഹ്റു ആണ്. ആദ്യത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദ ആയിരുന്നു. ആദ്യത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദ ആയിരുന്നു. ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് നെഹ്റു ആയിരുന്നു. ഇനി പ്ലാനിംഗ് കമ്മീഷൻ ഏത് വർഷം? ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ നിലവിലുണ്ടോ? ദേശീയ തലത്തിലെ പ്ലാനിംഗ് കമ്മീഷൻ ഇപ്പം നിലവിലില്ല. 5 ഇയർ പ്ലാൻസ് ഇല്ല. പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാനത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? നരേന്ദ്രമോദിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. അവസാനത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് മൊണ്ടേക് സിംഗ് അലൂവാലിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് മൊണ്ടേക് സിംഗ് അലൂവാലിയാണ്. ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിലുള്ള സംവിധാനം എന്ന് പറയുന്നത് നീതി ആയോഗാണ്. പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് ഇപ്പോൾ ഉള്ള സംവിധാനം എന്ന് പറയുന്നത് നീതി ആയോഗ് നിലവിൽ വരുന്നതെന്നാണ് 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത്. 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത്. നീതി ആയോഗിൻ്റെ ആദ്യത്തെ ചെയർമാൻ ഇപ്പോൾ ആരായിരിക്കും? നരേന്ദ്രമോദി ആയിരിക്കും. നീതി ആയോഗിൻ്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. ആദ്യത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? അരവിന്ദ് പനഗരിയാണ്. ആദ്യത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് അരവിന്ദ് പനഗരിയാണ്. ആദ്യത്തെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയാണ്. ആദ്യത്തെ സിഇഒ എന്ന് പറയുന്നത് സിന്ധുശ്രീ ഖുള്ളറാണ്. ആദ്യത്തെ സിഇഒ എന്ന് പറയുന്നത് സിന്ധുശ്രീ ഖുള്ളറാണ്. ഇനി നിലവിലെ സിഇഒ ആരാണ്? BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ എന്ന് പറയുന്നത് BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യമാണ് ഇപ്പോഴത്തെ സിഇഒ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് സുമൻ ബെറിയാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ഇതിലോട്ട് തന്നെ വരാം. 5 ഇയർ പ്ലാൻസിലോട്ട് വരുന്നില്ല, വരാം പ്ലാനിംഗ് കമ്മീഷനിലോട്ട് വരാം. പ്ലാനിംഗ് കമ്മീഷന് അംഗീകാരം നൽകുന്നത് ആരാണ്? 5 ഇയർ പ്ലാൻസിന് അംഗീകാരം നൽകുന്നത് NDC ആണ്. 5 ഇയർ പ്ലാൻസിന് അംഗീകാരം നൽകുന്നത് NDC നിലവിൽ വരുന്ന എന്നാണ്? NDC നിലവിൽ വരുന്നത് 1952 ഓഗസ്റ്റ് 6-നാണ് NDC നിലവിൽ വരുന്നത്. NDC നിലവിൽ 1952 ഓഗസ്റ്റ് 6-നാണ് NDC നിലവിൽ വരുന്നത്. NDC എന്താണ്? നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ് NDC എന്ന് പറഞ്ഞത്. എന്താണ്? 5 ഇയർ പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്ന സ്ഥാപനമാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ നിലവിൽ വരുന്നത്. 1952 ഓഗസ്റ്റ് 6-നാണ്. 5 ഇയർ പ്ലാൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് അറിയാൻ പറ്റുന്ന ഏരിയ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഒന്ന് എന്താണ് ഒരു റഫായിട്ടൊന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്താണ്? ആദ്യത്തെ 5 ഇയർ പ്ലാൻ വർഷവും മോഡല് എന്താണ് ലക്ഷ്യം അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. 1951-56 ആദ്യത്തെ 5 ഇയർ പ്ലാൻ എന്താണ്? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ 1951-56 ആദ്യത്തെ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് ഏതാണ്? ഹരോഡ് ഡോമർ മോഡൽ. അതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് ഹരോഡ് ഡോമർ മോഡലാണ്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കാർഷിക മേഖലയുടെ വികസനമാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മോഡല് ഹരോഡ് ഡോമർ മോഡലാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലക്ഷ്യം എന്ന് പറയുന്നത് കാർഷിക മേഖലയുടെ വികസനമാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്
1961 1956-61 രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് PC മഹൽനോബിസ് മോഡലാണ്. മഹൽനോബിസ് മോഡലാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാവസായിക മേഖലയുടെ വികസനമായിരുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വ്യാവസായിക മേഖലയുടെ വികസനമാണ്. ഇനി മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 1961 1966 മൂന്നാം പഞ്ചവത്സര പദ്ധതി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് ഗാഡ്ഗിൽ മോഡലാണ്. ഗാഡ്ഗിൽ യോജനയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലെ മോഡൽ എന്ന് പറയുന്നത്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യ സ്വയംപര്യാപ്തത അല്ലെങ്കിൽ സമ്പദ്ഘടനയുടെ സ്വയംപര്യാപ്തത, ഭക്ഷ്യ സ്വയംപര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയംപര്യാപ്തതയുമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൻ്റെ മോഡൽ ഗാഡ്ഗിൽ യോജനയാണ്. ഇനി ഈ നാലാം പഞ്ചവത്സര പദ്ധതി എന്നാണ് 1969 1974. ഇവിടെ ഒരു 3 വർഷം ഗ്യാപ്പ് വരുന്നുണ്ട്. 3 വർഷം. ഈ 3 വർഷം എന്ന് പറയുന്നത് പ്ലാൻ ഹോളിഡേ എന്നാണ് അറിയപ്പെടുന്നത്. ഈ 3 വർഷത്തിൽ എന്താണ് അറിയപ്പെടുന്നു? പ്ലാൻ ഹോളിഡേ ആണ്. അതായത് 1966 മുതൽ 69 വരെയാണ് ഫസ്റ്റ് പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നാലാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് 1969 മുതൽ 74 വരെയാണ് നാലാമത്തെ പ്ലാൻ എന്ന് പറയുന്നത്. നാലാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രുദ്ര ആൻഡ് മന്ന മോഡൽ. അതിൻ്റെ മോഡലാണ് രുദ്ര ആൻഡ് മന്ന മോഡലാണ്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാശ്രയത്വം സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വാശ്രയത്വം സ്ഥിരതയോടുകൂടിയുള്ള വളർച്ചയാണ് എന്താണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് എന്താണ്? മന്ന ആൻഡ് രുദ്ര മോഡൽ. അലനസ് മന്ന ആൻഡ് രുദ്ര രുദ്ര ആൻഡ് മന്ന മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്തത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 1979 വരെ. പക്ഷേ ഈ 1974 മുതൽ 79 വരെ എന്ന് പറയുവാണെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതായത് ഒരു വർഷം മുമ്പേ ഈ പ്ലാൻ ടെർമിനേറ്റ് ചെയ്തു. ഒരു വർഷം മുമ്പേ ഇത് നിർത്തലാക്കി. അതായത് 1978 വരെ ഇത് പ്ലാന് ഉണ്ടായിരുന്നുള്ളൂ. 1978 ഈ പ്ലാൻ ടെർമിനേറ്റ് ചെയ്തിട്ട് വീണ്ടും എന്തെന്നുള്ള ആശയം കൊണ്ടുവരുന്നുണ്ട്? റോളിംഗ് പ്ലാൻ എന്നുള്ള ആശയം കൊണ്ടുവരുന്നുണ്ട്. അപ്പം പറയുമ്പോൾ 1974 തൊട്ട് 79 വരെയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയാം. എന്നാൽ 78 ആയപ്പോൾ തന്നെ ഈ പദ്ധതി നിർത്തലാക്കി. ഇത് ഏത് മോഡലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഥർ മോഡലാണ്. DP ഥർ മോഡലാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ. ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയിലാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്വയം തൊഴിൽ പര്യാപ്തത. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്വയം തൊഴിൽ പര്യാപ്തതയും. ഗരീബി ഘടാവോ എന്നുള്ള ആശയമൊക്കെ പറഞ്ഞാൽ എന്തിൻ്റെ ഭാഗമായിട്ടാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ഇനി ആറാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 1980-85 അതായത് ഈ 78 ഈ പ്ലാൻ നിർത്തലാക്കി എന്ന് പറഞ്ഞു. 78 മുതൽ 80 വരെ 2 വർഷം 1978-80 എന്താണ്? റോളിംഗ് പ്ലാൻ ആയിരുന്നു. 1978-80 എന്ന് പറയുന്നത് റോളിംഗ് പ്ലാൻ ആയിരുന്നു. ഈ റോളിംഗ് പ്ലാൻ എന്നുള്ള ആശയം കടമെടുക്കുന്നത് ഗുണ്ണാർ മിർദലിൻ്റെ ഏഷ്യൻ ഡ്രാമ എന്ന് പറയുന്ന ബുക്കിൽ നിന്നാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ആശയം കടമെടുക്കുന്നത്. റോളിംഗ് പ്ലാൻ എന്നുള്ള ആശയം കടമെടുക്കുന്നത് ഗുണ്ണാർ മിർദലിൻ്റെ ഏഷ്യൻ ഡ്രാമ എന്ന് പറയുന്ന ബുക്കിൽ നിന്നാണ്. ഇനി 1980 മുതൽ 85 വരെയാണ് ആറാം പഞ്ചവത്സര പദ്ധതി. ആറാമത്തെ 5 ഇയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ 1980 മുതൽ 85 വരെയാണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാം പദ്ധതിയുടെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗാന്ധിയൻ മോഡലാണ്. ആറാം പദ്ധതിയുടെ മോഡൽ എന്ന് പറയുന്നത് ഗാന്ധിയൻ മോഡലാണ്. അതായത് കാർഷിക വ്യാവസായിക മേഖലകളിലെ അടിസ്ഥാന സൗകര്യ വികസനമായിരുന്നു അതിൻ്റെ ലക്ഷ്യം. കാർഷിക വ്യാവസായിക മേഖലകളിലെ അടിസ്ഥാന സൗകര്യ വികസനമായിരുന്നു ലക്ഷ്യം. അതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് ഗാന്ധിയൻ മോഡലാണ്. ഗാന്ധിയൻ മോഡൽ ആറാം പദ്ധതിയുടെ മോഡൽ ഗാന്ധിയൻ മോഡൽ. കാർഷിക വ്യാവസായിക മേഖലകളിലെ അടിസ്ഥാന സൗകര്യ വികസനമായിരുന്നു ലക്ഷ്യം. ഇനി അടുത്തത് ഏഴാം പദ്ധതി എന്ന് പറയുന്നത് 1985-90 1985-90 ഏഴാം പദ്ധതി എന്ന് പറയുന്നത്. ഏഴാം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മോഡലൊന്നും പറയുന്നില്ല. ഏഴാം പദ്ധതിക്ക് പ്രത്യേകിച്ച് മോഡലൊന്നും പറയുന്നില്ല. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങളുടെ വർധനവും. ലക്ഷ്യം ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങളുടെ വർധനവും. ഇനി അടുത്ത എട്ടാം പദ്ധതി എന്ന് പറയുന്നത് വീണ്ടും ഒരു 2 വർഷം ഇതിൽ നിന്ന് പോവും.
1992 മുതൽ 1997 വരെയാണ് 8ാം പദ്ധതി എന്ന് പറഞ്ഞത്. അതായത് 1990-92 വരെ എന്തായിരുന്നു? ആനുവൽ പ്ലാൻ ആയിരുന്നു. 1990-92 വരെ എന്താ പ്രത്യേകത? ആനുവൽ പ്ലാൻ ആയിരുന്നു, വാർഷിക പദ്ധതിയായിരുന്നു അന്ന് നടപ്പിലാക്കിയത്. 90-92 വാർഷിക പദ്ധതിയായിരുന്നു. 8ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ 1992 മുതൽ 97 വരെയാണ് 8ാം പദ്ധതി. 8ാം പദ്ധതി ഏത് മോഡലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാവു മൻമോഹൻ മോഡൽ. 8ാം പദ്ധതിയുടെ മോഡൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാവു മൻമോഹൻ മോഡൽ. റാവു മൻമോഹൻ മോഡൽ. 8ാം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മാനവ വിഭവശേഷി വികസനം. 8ാം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മാനവ വിഭവശേഷി വികസനം. മാനവ വിഭവശേഷി വികസനമാണ് 8ാം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി 9ാം പദ്ധതി എന്ന് പറയുന്നത് 1997 മുതൽ 2002 വരെ. 1997 മുതൽ 2002 വരെയാണ് 9ാം പദ്ധതി എന്ന് പറയുന്നത്. ഇത് ഏത് മോഡലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നതാണ് 9ാം പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നതാണ് 9ാം പദ്ധതി. അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികേന്ദ്രീകൃത ആസൂത്രണവും ഗ്രാമീണ വികസനവും. വികേന്ദ്രീകൃത ആസൂത്രണവും ഗ്രാമീണ വികസനവുമാണ് 9ാം പദ്ധതിയുടെ ലക്ഷ്യം. അതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് എന്താണ്? പീപ്പിൾസ് പ്ലാൻ എന്നറിയപ്പെടുന്നത്. പീപ്പിൾസ് പ്ലാൻ എന്താണ്? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണമാണ് 9ാം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. 10ാം പദ്ധതി എന്ന് പറയുന്നത് 2002 മുതൽ 2007 വരെയാണ്. 2002 മുതൽ 2007 വരെയാണ് 10ാം പദ്ധതി എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള മോഡൽ. അതിൻ്റെ മോഡൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള മോഡൽ. അതിൻ്റെ മോഡൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള മോഡലാണ്. അതിന് പറഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും മൂലധന വിഭവങ്ങളുടെ സമാഹരണവും. എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനവും മൂലധന നിക്ഷേപങ്ങളുടെ വർധനവും. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, മൂലധന നിക്ഷേപങ്ങളുടെ വർധനവുമാണ് 10ാം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കേരള മോഡൽ എന്ന് അറിയപ്പെടുന്നു. കേരള മോഡൽ എന്ന് അറിയപ്പെടുന്നു. എന്താണ് കേരള മോഡൽ? കേരള മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വരുമാനവും ഉയർന്ന ജീവിത നിലവാരവുമാണ്. വരുമാനം കുറവാണ്, എന്നാൽ ജീവിത നിലവാരം കൂടുതലാണ്. പെർ ക്യാപിറ്റ ഇൻകം വളരെ കുറവാണ്, എന്നാൽ വളരെ കുറവല്ല, താരതമ്യേന കുറവാണ്, എന്നാൽ ജീവിത നിലവാരം കൂടുതലാണതാണ് കേരള മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10ാം പദ്ധതി എന്ന് പറയുന്നത് കേരള മോഡലായിരുന്നു. അതിലൂടെ ലക്ഷ്യം വെച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പട്ടിണി നിർമ്മാർജ്ജനവും മൂലധന നിക്ഷേപങ്ങളുടെ വർധനവുമാണ് 10ാം പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇനി അടുത്തത് 11ാം പദ്ധതി എന്ന് പറയുന്നത് 2007 മുതൽ 2012 വരെയാണ്. 11ാം പദ്ധതി എന്ന് പറയുന്നത് 2007 മുതൽ 2012 ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മോഡലാണ്? എഡ്യൂക്കേഷൻ മോഡൽ അല്ലെങ്കിൽ രംഗരാജൻ മോഡൽ എന്നറിയപ്പെടുന്നത് 11ാം പദ്ധതിയാണ്. എഡ്യൂക്കേഷൻ മോഡൽ അല്ലെങ്കിൽ രംഗരാജൻ മോഡൽ എന്നറിയപ്പെടുന്നത് 11ാം പദ്ധതിയാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂസീവ് ഗ്രോത്ത്, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വളർച്ച. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വളർച്ച അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഇതിൻ്റെ മോഡൽ ഏതാണ്? രംഗരാജൻ മോഡൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മോഡൽ. രംഗരാജൻ മോഡൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മോഡൽ. വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11ാം പദ്ധതിയാണ്. ഇനി 12ാം പദ്ധതി എന്ന് പറയുന്നത് 2012 മുതൽ 2017 വരെയാണ്. 2012 മുതൽ 2017 വരെയാണ് 12ാം പദ്ധതി എന്ന് പറയുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സുസ്ഥിര വികസനമാണ്. 12ാം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സുസ്ഥിര വികസനമാണ്. ഈ 12ാം പദ്ധതി കംപ്ലീറ്റ് ചെയ്തു. 12ാം പദ്ധതി കംപ്ലീറ്റ് ആയില്ല എന്ന് നിർത്തലാക്കി. 2015 ഈ 5 ഇയർ പ്ലാൻസ് നിർത്തലാക്കിയിട്ട് പുതിയ എന്ത് വന്നു? നീതി ആയോഗ് വന്നപ്പം പൂർത്തിയാകാത്ത പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12ാം പഞ്ചവത്സര പദ്ധതിയാണ്. നേരത്തെ ഏത് പദ്ധതി പൂർത്തിയാകാത്തയുണ്ട്? ആദ്യമായിട്ട് പൂർത്തിയാകാത്ത പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5ാം പദ്ധതി, അതായത് 74-79 വരെയാണ്. പക്ഷേ അത് 5 വർഷം പൂർത്തിയാക്കിയില്ല. 78 ആയപ്പോഴേക്കും നിർത്തലാക്കിയിട്ട് എന്തുകൊണ്ടുവന്ന് റോളിംഗ് പ്ലാൻ എന്ന ആശയം കൊണ്ടുവന്ന് പിന്നെ 12ാം പദ്ധതി എന്ത് ചെയ്തു? പൂർത്തിയായില്ല. 2015 ആയപ്പോഴത്തേക്ക് പുതിയ സംവിധാനം വന്നു, നീതി ആയോഗ് വന്നു. ഇത്രയാണ് എന്താണ് പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇത്രയും സംഭവങ്ങളാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത്. 5 വർഷം വെച്ച് കൂട്ടിപ്പോയാൽ മതി. പക്ഷെ 66 എത്തുമ്പോഴത്തേക്ക് ഒരു 3 വർഷത്തിൻ്റെ ഗ്യാപ്പുണ്ട്. ഇവിടെ ഒരു 3ൻ്റെ ഗ്യാപ്പുണ്ട്. പിന്നെ 77-79, അതായത് 78 നിർത്തിയിട്ട് വീണ്ടും 2 വർഷത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. 78 തൊട്ട് 2 മുകളിൽ 2 വർഷത്തെ ഗ്യാപ്പ് വീണ്ടും വരുന്നുണ്ട്. പിന്നെ 80 തൊട്ട് തുടങ്ങും. 80, 85, 85, 90. വീണ്ടും ഇവിടെ വന്നിട്ട് ഒരു 2 വർഷത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. 90, 92 വീണ്ടും ഇല്ല. ഇവിടെ 2 വർഷത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. ബാക്കിയെല്ലാം 5 വർഷത്തെ ഡിസ്റ്റൻസിൽ തന്നെയാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ വർഷം
വളരെ പ്രയാസമായിട്ട് തോന്നില്ല. പിന്നെ അതിൻ്റെ ലക്ഷ്യങ്ങൾ പ്രധാനമായിട്ടും ചിലപ്പോൾ ചോദിക്കാം, 10ാം പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു, 9ാം പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു, 5ാം പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ലക്ഷ്യങ്ങൾ ഒന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ ചില മോഡലുകൾ ചോദിച്ചിട്ടുണ്ട്, 1ാം പദ്ധതിയുടെ മോഡൽ ഏതാണ്, 2ന്റെ മോഡൽ ഏതാണ്, 5ന്റെ മോഡൽ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം മോഡലും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇത്രയാണ് പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഞ്ചവത്സര പദ്ധതി ഓരോന്നായിട്ട് നോക്കാം. പഞ്ചവത്സര പദ്ധതി എന്നുള്ള ആശയം കടമെടുത്ത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. പഞ്ചവത്സര പദ്ധതി എന്നുള്ള ആശയം കടമെടുത്തത് റഷ്യയിൽ നിന്നാണ്. റഷ്യയിൽ പഞ്ചവത്സര പദ്ധതി എന്നുള്ള ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആരാണ്? സ്റ്റാലിനാണ്. റഷ്യയിൽ പഞ്ചവത്സര പദ്ധതി എന്നുള്ള ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. പഞ്ചവത്സര പദ്ധതി എന്നുള്ള ആശയം കടമെടുക്കുന്നത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. ഇനി ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ്? നെഹ്റുവാണ്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവെന്നറിയപ്പെടുന്നത് നെഹ്റുവാണ്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ പിതാവ് ആരാണ്? അപ്പോൾ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവെന്നറിയപ്പെടുന്നത് നെഹ്റുവാണ്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ പിതാവ്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവെന്നറിയപ്പെടുന്നത് നെഹ്റുവാണ്. എന്നാൽ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എവിടെ നിന്നാണ് പറഞ്ഞു? റഷ്യയിൽ സ്റ്റാലിനാണെന്ന് പറഞ്ഞു. ഇനി സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് വിശ്വേശ്വരയ്യ. സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? PC മഹൽനോബിസ്. സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് PC മഹൽനോബിസ് ആണ്. ആസൂത്രണത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് വിശ്വേശ്വരയ്യയാണ്. ഇനി നമുക്ക് 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതിൽ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ എന്താണ് അതിൻ്റെ കരട് തയ്യാറാക്കിയത് ആരാണ്? 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് KN രാജാണ്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കുന്നത് KN രാജാണ്. രാജ് 1ാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ്? KN രാജനാണ്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവെന്നറിയപ്പെടുന്നത് KN രാജനെയാണ്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് KN രാജാണ്. ഇനി 1ാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് എന്നാണ്? 1951 ഡിസംബർ 8. 1ാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് 1951 ഡിസംബർ 8-നാണ്. 1ാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് 1951 ഡിസംബർ 8. ഇനി നമുക്ക് പ്രധാനമായിട്ടും 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് വന്ന കാര്യങ്ങൾ നോക്കാം. കുടുംബാസൂത്രണ പദ്ധതി ആരംഭിച്ചത് 1952-ലാണ്. കുടുംബാസൂത്രണ പദ്ധതി ആരംഭിച്ചത് 1952. കുടുംബാസൂത്രണ പദ്ധതി ആരംഭിച്ചത് 1952-ലാണ്. UGC വരുന്നത് 1953-ലാണ്. UGC 1953. UGC വരുന്നത് 1953-ലാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ NDC വരുന്നത് എന്നാണ്? 1952 ഓഗസ്റ്റ് 6-നാണെന്ന് പറഞ്ഞാൽ 1952-ലാണ് NDC വരുന്നത്. UGC 1953-ലാണ്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമാണ്. 1952 വേറെ എന്തുണ്ട്? കുടുംബാസൂത്രണ പദ്ധതി ആരംഭിച്ചത് 1952-ലാണ്. ഇനി അടുത്തത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിക്കുന്നത് 1952 ഒക്ടോബർ 2-നാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിക്കുന്നത് 1952 ഒക്ടോബർ 2-നാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇനി അടുത്തത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പാർലമെന്റ് സംവിധാനത്തിന്റെ ഒരു രൂപമാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. 1953 ഒക്ടോബർ 2-നാണ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്. 1953 ഒക്ടോബർ 2-നാണ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് വരുന്നത്. 1953 ഒക്ടോബർ 2-നാണ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് വരുന്നത്. 1952 ഒക്ടോബർ 2-നാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം വരുന്നത്. ഇനി 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് എത്ര IIT-കൾ നിലവിൽ വന്ന? 5 IIT-കൾ നിലവിൽ വന്നു. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് 5 IIT-കൾ നിലവിൽ വന്നു. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് 5 IIT-കളാണ് നിലവിൽ വന്നത്. ആദ്യത്തെ IIT എന്ന് പറയുന്നത് ഖൊരഗ്പൂർ IIT ആണ്. ഖൊരഗ്പൂർ IIT ആണ്. ഇനി അടുത്തത് എന്താണ്? ഡാമുകൾക്ക് തുടക്കം കുറിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഡാമുകൾക്ക് തുടക്കം കുറിക്കുന്നത്. ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഇനി അതുപോലെ തോട്ടപ്പള്ളി സ്പിൽവേ എവിടെയാണ്? കേരളത്തിലാണ്. തോട്ടപ്പള്ളി സ്പിൽവേ വരുന്നത് 1955-ലാണ്. 1955-ലാണ്
തോട്ടപ്പള്ളി സ്പിൽവേ വരുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേ എവിടെയാണ്? കേരളത്തിലാണ്. എവിടെയാണ്? വേമ്പനാട് കായലുമായിട്ട് ബന്ധപ്പെട്ടാണ് തോട്ടപ്പള്ളി സ്പിൽവേ വരുന്നത്. അത് വരുന്നത് 1955ലാണ്. ഇനി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് വരുന്നത് 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 1956ലാണ്. എയിംസ് വരുന്നത് 1956ലാണ്. അപ്പോൾ 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ വന്നു എന്നുള്ള ഒന്നുകൂടെ പെട്ടെന്ന് പറയാം. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം വന്നത് 1952ലാണ്. UGC വരുന്നത് 1953ലാണ്. അതുപോലെ എന്താണ് കുടുംബാസൂത്രണ പദ്ധതി വരുന്നത് 1952ലാണ്. പിന്നെ എത്ര IITകൾ വന്നു? 5 IITകൾ വന്നു. എയിംസ് വരുന്നത് 1956ലാണ്. അതുപോലെ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് വരുന്നത് 1953 ഒക്ടോബർ 2-നാണ്. പിന്നെ NDC വരുന്നത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ വരുന്നത് 1952ലാണ്. പിന്നെ ഡാമുകൾക്ക് തുടക്കം കുറിക്കുന്നത് 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. തോട്ടപ്പള്ളി സ്പിൽവേ വരുന്നത് 1955ലാണ്. പിന്നെ ഇത്രയാണ് നമുക്ക് 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ ഈ വർഷത്തോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പിന്നെ പറയാനായിട്ടുണ്ടാവും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകളിലെ വർഷം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. എന്തായാലും ഇതിലിപ്പോൾ കുറച്ച് വർഷങ്ങൾ വന്നിട്ടുണ്ട്. 1951 വന്നിട്ടുണ്ട്, 52, 53, 56, 55 വന്നിട്ടുണ്ട്. ആ വർഷങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ തന്നെ നോട്ട് എഴുതി നോക്കുക. കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്യാനായിട്ട് നോക്കുക. ഏതൊരു വർഷം വന്നു കഴിഞ്ഞാലും അതിനെക്കുറിച്ച് നമുക്കറിയാമെന്നുള്ള 1-2 പോയിന്റ് എങ്കിലും അവിടെ എഴുതിയിട്ട് പഠിച്ചു പോകുമ്പോഴത്തേക്കും ആ കാര്യങ്ങൾ നമുക്ക് ബന്ധിപ്പിച്ച് പഠിക്കാനായിട്ട് പറ്റും. എന്തായാലും എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. വരുന്ന എക്സാമുകൾ നല്ല രീതിയിൽ എഴുതുക. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ്.